62 ഡിഗ്രിക്ക് മുകളിലാണെങ്കിൽ അതിനകത്തുള്ള ഒരുവിധമുള്ള ബാക്ടീരിയാസും ഇതൊക്കെ നശിക്കും. പക്ഷെ നമുക്ക് പൂർണ്ണമായിട്ട് 100% അണുമുക്തമാക്കി എടുത്താലാണ് നമുക്ക് മാക്സിമം ഈൽഡ് കിട്ടുന്നത്. മാത്രമല്ല വേറെ ഈ തിളച്ച വെള്ളം ഒഴിക്കുന്ന അങ്ങനെ ചെയ്യുന്ന മെത്തേഡിൽ ഞാൻ ചെയ്തു നോക്കിയതാണ്. അപ്പോൾ അതിൽ ഒരു ബ്ലാക്ക് കളറിലുള്ള കണ്ടാമിനേഷൻസ് വരാറുണ്ട്. അതായത് അസ്പെർജിലസ് എന്നൊക്കെ പറഞ്ഞ ബ്ലാക്ക് മോൾഡുകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ നമ്മൾ തിളച്ച വെള്ളം ഒഴിക്കേണ്ടത്, തിളച്ച വെള്ളം ഇതേ കണക്കുള്ള ഇതിനകത്ത് മെഷ് പെലറ്റ്സ് ഇട്ടിട്ട് അതിൽ തിളച്ച വെള്ളം ഒഴിക്കുമ്പോൾ ഒരു ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈ പൊള്ളാൻ സാധ്യതയുണ്ട്. തിളച്ച വെള്ളം വെച്ച് ഹാൻഡിൽ ചെയ്യുന്നത് തന്നെ ഡേഞ്ചറാണ്. അപ്പോൾ നമ്മൾ സാധാ വെള്ളം ഒഴിച്ചാൽ സാധാ വെള്ളം ഒഴിച്ചിട്ട് ഇത് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഓട്ടോക്ലേവിനകത്ത് വെച്ചിട്ട് സ്റ്റെറിലൈസ് ചെയ്യണം. വീട്ടിൽ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രഷർ കുക്കറിനകത്ത് പ്ലാസ്റ്റിക്കോട് കൂടി വെച്ച് സ്റ്റെറിലൈസ് ചെയ്തെടുക്കാം. അതായത് 45 മിനിറ്റ് പ്രഷർ പ്ലാസ്റ്റിക്. ഈ പ്ലാസ്റ്റിക്കിന് PP പോളിപ്രൊപ്പീലാണ്. ഇത് ഉരുകത്തില്ല. ഇത് നമ്മൾ നോർമൽ പ്രഷർ കുക്കറിനകത്തുള്ള ടെമ്പറേച്ചറിൽ ഇത് ഉരുകത്തില്ല. ഇത് ഉരുകുന്ന ടെമ്പറേച്ചർ ഉണ്ട്, പക്ഷെ നമ്മുടെ നോർമൽ ടെമ്പറേച്ചറിൽ ഇത് ഉരുകത്തില്ല ഇതിനകത്ത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ മെഷ് പെലറ്റ്സ് ഞാൻ ഇപ്പോൾ കൊണ്ടുവന്നിട്ടില്ല. അത് നിങ്ങൾ കണ്ടിട്ട് വേണം. ചെറിയ ഇത്രയുള്ള മറ്റേ കാലിത്തീറ്റയുടെയൊക്കെ രൂപത്തിലിരിക്കുന്ന സാധനമാണ്. അത് 1 കിലോ എടുക്കുക. അതിൽ 1.5 ലിറ്റർ വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചിട്ട് ഇപ്പോൾ വെള്ളം ഒഴിച്ച് വെള്ളം ഇതുമായിട്ട് വരും. ഇതിന് പ്രഷർ കുക്കറിനകത്ത് ഞാൻ ചെയ്യുമ്പോൾ ഓട്ടോക്ലേവിനകത്ത് ചെയ്യും. ഓട്ടോക്ലേവിൽ അത്രയും 45 മിനിറ്റ് അത്രയും ടെമ്പറേച്ചർ കഴിയുമ്പോൾ ഇത് സ്റ്റെറൈലായിട്ട് വന്നു. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇങ്ങനെയാണ് അത് കിട്ടുന്നത്. ഓട്ടോക്ലേവിന് എടുക്കുമ്പോൾ അത് നമ്മുടെ കയ്യിൽ വളരെ എളുപ്പത്തിൽ സാധനം കിട്ടി. ഇത് സ്റ്റെറൈലായിട്ടുള്ള മീഡിയമാണ്. വൈക്കോലിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ചെയ്തു? ഒരുപാട് സാധനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതൊന്നും ചെയ്തില്ല. കവറിനകത്ത് തന്നെ സ്റ്റെറൈലായിട്ടുള്ള മീഡിയ എത്തി. നമ്മുടെ കയ്യിൽ ഇനി എന്തെങ്കിലും കണ്ടാമിനേറ്റ്സ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഇതിനകത്തോട്ട് തൊടുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ ഞാൻ കേട്ടോ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇത് കിട്ടുമ്പോൾ ചിലപ്പോൾ ഒന്ന് പൊടിയാതൊക്കെ ഇല്ല. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കുറഞ്ഞ് പൊടിക്കുക. നമുക്ക് ഈ രൂപത്തിലാണ് ആക്കി എടുക്കേണ്ടത്. ഇത് സിലിണ്ടറിക്കൽ രൂപമാണ്. സിലിണ്ടറായി ഒരു സിലിണ്ടർ നമ്മൾ ഒരു കിട്ടുന്ന രണ്ടെണ്ണമാണ് ചെയ്യാൻ പോകും. അടുത്തത് നെല്ലിന് ഫ്രിക്ഷൻ കൂടുതലാണ്. നെല്ല് നമ്മളിവിടെ ഇട്ടിട്ട് താഴോട്ട് പിടിച്ച് വലിക്കാൻ പറ്റത്തില്ല. നെല്ല് ഉരുണ്ട് താഴോട്ട് വീഴത്തില്ല. ഇതാകുമ്പോൾ ഈസി ആയിട്ട് താഴോട്ട് വീഴും. ഇപ്പോഴും നമ്മുടെ കൈ ഇതിനകത്തോ ഒന്നും തൊട്ടിട്ടില്ല. ഇതിനകത്ത് വെച്ച് ഇന്നതാ പൊടിക്കുകയാണ്. ഇങ്ങനെ പൊടിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഉരുണ്ട് താഴെ എല്ലായിടത്തും ഒരേപോലെ ഇടാൻ വേണ്ടിയാണ്. അത് സ്പീഡിൽ ചെയ്തുകൊണ്ടാണ് അങ്ങനെ പൊട്ടാൻ പാടില്ല. ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഇതിന് ശേഷം ഇതിവിടെ വയ്ക്കുക. ഈ കെട്ട് അഴിക്കുക. ഒന്ന് ഇത് എത്രയും പെട്ടെന്ന് ഇതിനകത്ത് വെച്ചിടുക, എത്രയും പെട്ടെന്ന് അത് കെട്ട് ഇതാക്കുക. കൂടുതൽ നേരം തുറന്നിരുന്നതിനകത്ത് കണ്ടാമിനേറ്റ് വീഴാൻ ചാൻസ് ഉണ്ട്. ഇതെല്ലാം സ്റ്റെറിലൈസ്ഡ് ആണ്. ഫ്ലെയിം വെച്ചിട്ടാണ് സ്റ്റെറിലൈസ് ചെയ്തത്. ഡെറ്റോൾ ഉപയോഗിച്ച് സ്റ്റെറിലൈസ് ചെയ്യാൻ പാടില്ല. ഡെറ്റോൾ പ്രോപ്പർ സ്റ്റെറിലൈസേഷൻ മെറ്റീരിയൽ അല്ല. സൂര്യ മരം വരെ കാണിക്കുന്നത് ഓക്കെ. ഈ മുകളിലെ അവസാനം ഈ കുറച്ച് ഈ മൈസീലിയം തിക്കായിട്ടുള്ള സാധനം ഉണ്ടല്ലോ, അത് ഏറ്റവും ടോപ്പിൽ കിടന്നാലും പ്രശ്നമില്ല. അത് ഉരുണ്ട് പോകത്തില്ല. മുകളിൽ നമുക്ക് വിത്തിന്റെ ആവശ്യമുണ്ടല്ലോ. ഓക്കെ. ഇപ്പൊ സൈഡിൽ മാത്രമായിട്ടാണ് കിടക്കുന്നത്. ഇനി നമുക്ക് ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ വിത്തുകളെല്ലാം താഴോട്ട് എത്തിക്കണം. അതിപ്പോൾ ഞാൻ ഈ സൈഡിലാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു ഇതാ ഇങ്ങനെ പ്രസ് ചെയ്യും. ആക്കി താഴോട്ട് വന്നു. ഒന്നുകൂടെ പ്രസ് ചെയ്ത് താഴോട്ട് വന്നു. ഇനി 90 ഡിഗ്രി മാറി ഇവിടെ വന്നു, താഴെ വരുത്തി. ഇവിടെ 90 ഡിഗ്രി. ഇനി വീണ്ടും 90 ഡിഗ്രി. അപ്പം 4 ചാല് പോലെ താഴോട്ട് വന്നു. 4 ചാല് വരെ ഏറ്റവും താഴെ വരെ വന്നു. ഇനി ബാക്കിയുള്ള ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കാം.
എന്നിട്ട് ഇങ്ങനെ ഒന്ന് കോമ്പാക്ട് ചെയ്യുക. കോമ്പാക്ട് ചെയ്തിട്ട് രണ്ട് റബ്ബർ ബാൻഡ് എടുക്കുക. ഒരെണ്ണം ആയി, ഇതിവിടെ വെച്ചു. അടുത്തത് ഇതേപോലെ 90 ഡിഗ്രി വെച്ചിട്ട് 4 1 2 3 4. ഈ ബാക്കിയുള്ള ഇടയ്ക്കൊക്കെ നമ്മൾ പ്രസ് എല്ലാവർക്കും താഴെ എത്തുന്നുണ്ട്. മാക്സിമം ടൈറ്റ് ആയിട്ട് ഇരിക്കാൻ നോക്കാം. ഇതൊന്ന് വളച്ച് വേണം റബ്ബർ ബാൻഡ് ഇടാൻ, അല്ലെങ്കിൽ ഇതുവഴി കൂൺ വരും. ഇതുവഴി കൂൺ വരുന്നത് നമുക്ക് നല്ലതല്ല, കാരണം കൂൺ ഹാർവെസ്റ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. എപ്പോഴും നമുക്ക് ഇതുവഴി വേണം കൂൺ വരാൻ. ഇത് റബ്ബർ ബാൻഡ് ഇടുമ്പോൾ നല്ല ടൈറ്റ് ആയിട്ട് ഇടും. ചിറയൻകീഴ് ഗ്രാമപഞ്ചായത്തിൽ കൂൺ കൃഷിയുടെ ഒരു നല്ല ക്ലാസ്സും ഒരു പുതുമാതൃക നമ്മുടെ വീട്ടമ്മമാർക്ക് പരിചയപ്പെടുത്തി ഒരു നല്ല കൂൺ വിപണനവും ഒക്കെ നടത്തി ഹാഷ്മി നിൽക്കുകയാണ്. ഹാഷ്മി ഇപ്പം നമ്മുടെ ഹീറോ ആണല്ലേ? ഹീറോ തന്നെ. ഹാഷ്മി ഹീറോ ആയി നിൽക്കുകയാണ്. കാരണം 10 മിനിറ്റ് കൊണ്ട് 10 കിലോ കൂണിവിടെ വിറ്റ് തീർന്നു. എല്ലാവരും ഈ പ്രോട്ടീൻ്റെ കലവറയെ അടുക്കളയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി സഹർഷം സ്വാഗതം ചെയ്ത് നിൽക്കുകയാണ്. നമ്മുടെ ആഴ്ച ചന്തയിൽ ഇതിന് മാർക്കറ്റ് കിട്ടും. ഇത് കാണുമ്പോൾ എല്ലാ ആഴ്ചയിലും ഇത് വരട്ടെ എന്ന് വിചാരിക്കുന്നു അല്ലേ? ഹാഷ്മി എല്ലാ ആഴ്ചയും കൊടുക്കാൻ കഴിയും? എല്ലാ തിങ്കളാഴ്ചയും കൊടുക്കാൻ പറ്റും. ഞായറാഴ്ച നമുക്ക് പ്രൊഡക്ഷൻ കുറച്ചിട്ട് തിങ്കളാഴ്ച കൂട്ടാൻ പറ്റും. അപ്പോൾ ഇത് നല്ലൊരു മാർഗം. ഇന്നിപ്പോൾ എങ്ങനെയുണ്ട് ഇവിടെ ഈ കർഷകർ ഉപഭോക്താക്കൾ ഇത്തരത്തിൽ സ്വന്തം നാട്ടുകാരാണ്? സ്വന്തം നാട്ടുകാരിങ്ങനെ നമ്മുടെ കൃഷിഭവനിൽ ഇങ്ങനെ അഭിമാനത്തോടു കൂടി ഒരു സംരംഭമായിട്ട് നിൽക്കുമ്പോൾ ഹാഷ്മിക്ക് എന്ത് തോന്നുന്നു? വളരെ സന്തോഷം തോന്നുന്നു. അപ്പോൾ നമുക്ക് തുടർന്നും ഇതിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാനും കൂടുതൽ ആൾക്കാരെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് വാല്യൂ അഡീഷൻ ചെയ്യണമെന്നൊക്കെ ഉള്ള ഒരു മനസ്സിലൊരു തോന്നലുണ്ട്. തന്നെ അച്ചാർ ഉണ്ടാക്കാൻ താല്പര്യമുണ്ടോ? താല്പര്യമുണ്ട്. എങ്ങനെയുണ്ട് അൽച്ചേട്ടാ? ഇത് എങ്ങനെയായിരിക്കും ഇന്നത്തെ കറി? എങ്ങനെയാണ് ആകുന്നത്? കൂൺ പെരട്ട്. പിന്നെ ഇത് കൂടെ കേട്ടാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഹാഷ്മിയോട് വല്ലാത്തൊരു അറ്റാച്ച്മെന്റ് തോന്നുന്നു. ഹാഷ്മി ഇത് എത്രാം ക്ലാസ്സിൽ പഠിച്ചപ്പോഴാണ് ഈ താല്പര്യം? 8ാം ക്ലാസ്സിലാണ് ആദ്യമായിട്ട് ഈ കൂൺ ഉണ്ടാക്കുന്നത്. അപ്പൊ അത് നമ്മൾ അപ്പത്തിന്റെ കൂടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പത്തിന്റെ കൂടെ കൂൺ കറി കൊഞ്ച് വെക്കുന്ന പോലെ വെച്ച്. അപ്പൊ അത് കഴിച്ചപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ ഈ കടയിൽ പോയിട്ട് ഈ സാധനം മേടിക്കാൻ നോക്കിയിട്ട് കിട്ടിയിട്ടില്ല. ഞാനപ്പോൾ അന്ന് പണ്ട് സ്പെൻസർ എന്ന് പറഞ്ഞ കട ഉണ്ടായിരുന്നു ട്രിവാൻഡ്രം. അവിടെ പോയിട്ട് കൂൺ വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കിട്ടിയത് മറ്റേ ബട്ടൺ മഷ്റൂമാണ്. അപ്പൊ നമുക്ക് ഈ ചിപ്പി കൂൺ വേണമെങ്കിൽ അന്നേ നമ്മൾ കൃഷി ചെയ്താൽ, അതായത് ചുരുക്കം പറഞ്ഞാൽ 8ാം ക്ലാസ്സിൽ തോന്നിയ ഒരു കൊതി അത് ഇന്നിപ്പോൾ ഒരു വലിയ സംരംഭമാക്കി വളർന്നു വന്നിരിക്കുന്നു. അപ്പോൾ ഏതൊരു വലിയ പ്രവർത്തനത്തിന് പിന്നിലും ചെറിയൊരു സ്പാർക്ക് കാണും. അപ്പോൾ 8ാം ക്ലാസ്സിലെ ആ സ്പാർക്ക് ചിറയൻകീഴിൽ കൃഷിഭവനിൽ വളരെ സമയം. കാർഷിക ലോകം ഇവിടെ അവസാനിക്കുന്നില്ല. വീണ്ടും നമ്മൾ കൂണും ഹാഷ്മിയും ചിറയൻകീഴ് ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും ജൈത്രയാത്ര തുടരുക തന്നെ ചെയ്യും.